ആരാ മുത്തശ്ശി? ദേ നോക്ക്, നിന്റെ അമ്മയും തമ്പിയും വർഷയും വന്നിരിക്കുന്നു. നിങ്ങളെന്താ ഒരു മുന്നറിയിപ്പും ഇല്ലാതെ? വരുന്ന കാര്യം ഒന്ന് വിളിച്ചു പോലും പറഞ്ഞില്ലല്ലോ. മുത്തശ്ശിക്കും മോനും ഒരു സർപ്രൈസ് ആയിക്കോട്ടെ എന്ന് കരുതിയ വിളിക്കാഞ്ഞത്. നീ ഇവിടെ തന്നെ ഉണ്ടാകുന്നു തോന്നി. അതാ ക്ഷേത്രത്തിൽ പോകാതെ നേരെ ഇങ്ങോട്ട് വന്നത്. അല്ല, എന്താ എല്ലാരും പെട്ടെന്ന് തന്നെ തിരിച്ചു പോകുന്നത്? നീ കൂടെ ഇല്ലാഞ്ഞിട്ട് ശ്രീകലയ്ക്ക് വല്ലാത്ത ടെൻഷൻ. മാത്രമല്ല, ആ മോതിരം എത്രയും പെട്ടെന്ന് നിന്റെ ആഗ്രഹം പോലെ ദേവൂട്ടിയെ തിരിച്ചേൽപ്പിക്കണമെന്ന് ശ്രീകലയ്ക്ക് ഒരേ നിർബന്ധം. എന്നാ പിന്നെ അത് ഉടനെ ആയിക്കോട്ടെ എന്ന് ഞങ്ങളും കരുതി. അതാ പെട്ടെന്ന് തന്നെ ഇങ്ങോട്ട് പോകുന്നത്. അമ്മയ്ക്ക് വൈകിയാണെങ്കിലും നല്ല ബുദ്ധി തോന്നിയല്ലോ, അതെന്തായാലും നന്നായി. അതെ, ഈ മോതിരം ഞാൻ ദേവൂട്ടിക്ക് നേരിട്ട് കൊടുക്കുന്നില്ല. അതിനു പകരം മൂകാംബിക അമ്മയുടെ സന്നിധിയിൽ വെച്ച് ഇത് ഞാൻ വിദ്യാമ്മയ്ക്ക് കൈമാറാം. അവര് തന്നെ കൊടുത്തോട്ടെ ദേവൂട്ടിക്ക്. ഇനി ഇതിന്റെ പേരും പറഞ്ഞ് നിനക്കോ ദേവൂട്ടിക്കോ ഒരു ബുദ്ധിമുട്ടും ഉണ്ടാകരുത്. ദേ, ഈ മോതിരം വിദ്യാമ്മയെ ഏൽപ്പിച്ചിട്ട് നമുക്കെല്ലാവർക്കും സന്തോഷത്തോടെ ഇവിടുന്ന് മടങ്ങിപ്പോവാം. എന്താ മോനെ, അതല്ലേ നല്ലത്? അമ്മയുടെ ആഗ്രഹം അതാണെങ്കിൽ അങ്ങനെ തന്നെ ചെയ്യാം. ഞാനും അതിന് തയ്യാറാ. അല്ല, ദേവൂട്ടിയുടെ കല്യാണം കഴിയുന്നതുവരെ നീ ഇവിടെ നിൽക്കുകയാണെന്നല്ലേ പറഞ്ഞത്? പിന്നെന്താ പെട്ടെന്നൊരു തീരുമാനത്തിന് മാറ്റം? അങ്ങനെയായിരുന്നു മുത്തശ്ശി ഞാൻ വിചാരിച്ചത്. പക്ഷേ ഇനിയിപ്പോൾ അതുവരെ ഞാൻ കാത്തിരിക്കുന്നില്ല. അമ്മ പറഞ്ഞതുപോലെ ഈ മോതിരം വിദ്യാമ്മയെ ഏൽപ്പിച്ചിട്ട് നമുക്കെല്ലാവർക്കും കൂടെ തിരിച്ചു പോവാം. ഇനി എന്റെ സാമീപ്യം കൊണ്ട് ഇവിടെ ആർക്കും ഒരു ബുദ്ധിമുട്ടും ഉണ്ടാവരുത്. അയ്യോ, നോക്കുമോളെ, ദേ ഈ സാരി കണ്ടോ? കുറഞ്ഞത് ഒരു 10,000 രൂപയെങ്കിലും വില വരും. ഇത്രയും വില കൂടിയ സാരിയൊക്കെ ജീവിതത്തിൽ ഉടുക്കാൻ പറ്റുമെന്ന് ഞാൻ പ്രതീക്ഷിച്ചതേ അല്ല. എന്റെ ടോപ്പ് നന്നായിട്ടുണ്ടല്ലേ അമ്മ? പിന്നെ അടിപൊളിയായിട്ടുണ്ട്. വിനോദേ, നിനക്ക് കിട്ടിയ ഡ്രസ് ഇഷ്ടപ്പെട്ടോ? ആ, കുഴപ്പമില്ല. ദേ നോക്കിയേ, ഇത് നിങ്ങൾക്ക് വേണ്ടി കൊടുത്തുവിട്ടതാ. എല്ലാം വില കൂടിയ തുണിത്തരങ്ങളോ. ഓ, അത്രയും കൂടിയതിന്റെ ആവശ്യമൊന്നും എനിക്കില്ല. നിങ്ങൾ എന്താ അങ്ങനെ പറയുന്നേ? ചെറുക്കം വീട്ടുകാരുടെ തറവാട്ട് മഹിമയ്ക്ക് അനുസരിച്ച് വേണം നമ്മളും ചടങ്ങിൽ പങ്കെടുക്കാൻ. അല്ലാതെ നമ്മുടെ ദാരിദ്ര്യം നാട്ടുകാരെ കൂടി ബോധ്യപ്പെടുത്തി അവർക്കും കൂടി നാണക്കേടുണ്ടാക്കരുത്. മഞ്ഞൾ കല്യാണത്തിന് DJ പാർട്ടിയൊക്കെ ഉണ്ടാവുമെന്ന് പറഞ്ഞു കേട്ടെ. പിന്നല്ലാതെ പാട്ടും ഡാൻസൊക്കെ ഉണ്ടാവുമെന്ന് ഗഗം വിളിച്ചപ്പോ പറഞ്ഞായിരുന്നു. മോളെ, മോൾക്ക് കൊടുത്തുവിട്ട ഡ്രസ്സൊക്കെ മോൾക്ക് ഇഷ്ടപ്പെട്ടോ? തറവാട്ടമ്മയ്ക്കും കിട്ടിയല്ലോ പുതിയ ഡ്രസ്സൊക്കെ. ഒരു നല്ല ചടങ്ങാവുമ്പോ പുതിയ വസ്ത്രങ്ങൾ അണിയുന്നതിൽ തെറ്റില്ല. അതെ, മഞ്ഞൾ കല്യാണത്തിന് തറവാട്ടമ്മയുടെ കയ്യിലിരിക്കുന്ന ആഭരണങ്ങളൊക്കെ ദേവൂട്ടിക്ക് കൊടുക്കൂലേ? ഞാൻ അങ്ങനെയല്ലല്ലോ ഇന്ദുമതി പറഞ്ഞത്. മൂകാംബിക ക്ഷേത്ര സന്നിധിയിൽ വെച്ചുള്ള താലികെട്ടൽ ചടങ്ങിനാണ് എന്റെ കയ്യിലുള്ള ആഭരണങ്ങളൊക്കെ ഞാൻ ദേവൂട്ടിക്ക് കൊടുക്കാൻ പോകുന്നത്.
താലികെട്ട് അധികം താമസിച്ചിട്ടൊന്നല്ലല്ലോ തറവാട്ടമ്മേ. മഞ്ഞൾ കല്യാണത്തിന്റെ പിറ്റേ ദിവസം തന്നെയല്ലേ താലികെട്ട്. ഒരു ദിവസം നേരത്തെ അതവൾക്ക് കൊടുത്തു എന്ന് പറഞ്ഞാ എന്താ കുഴപ്പം? അത് മാത്രമല്ല, ഗഗന്റെ അമ്മാവൻ ദേവൂട്ടിക്ക് സമ്മാനിക്കാന്ന് പറഞ്ഞ 50 പവൻ തറവാട്ടമ്മയുടെ വാശി കാരണം കിട്ടിയൂല്ല. ഇത്രയും വലിയ ചടങ്ങ് നടക്കുമ്പോ കഴുത്തിലും കയ്യിലും കാതിലും ഒന്നും ഇല്ലാതെയാണോ ഇവള് മണ്ഡപത്തിൽ നിൽക്കേണ്ടേ? അതൊന്നും എനിക്കറിയില്ല. ഞാൻ ദേവൂട്ടിക്ക് കൊടുക്കാമെന്ന് പറഞ്ഞ ആഭരണങ്ങള് ഞാൻ കൊടുക്കുക തന്നെ ചെയ്യും. പക്ഷേ അത് പറഞ്ഞ സമയത്തേ കൊടുക്കുള്ളൂ. അതിന് മുൻപും പിൻപും നടക്കുന്ന കാര്യങ്ങളൊന്നും എനിക്കറിയണ്ട. അല്ലേലും തറവാട്ടമ്മ പിടിച്ച മൊയിലിന് 3 ഒമ്പാണല്ലോ. എന്താന്ന് വെച്ചാ ഇഷ്ടം പോലെ ചെയ്. അമ്മേ, അതൊന്നും സാരമില്ല. ആഭരണങ്ങളൊക്കെ താലികെട്ടിന് മതി. മഞ്ഞൾ കല്യാണത്തിന് പെണ്ണ് അധികം ആഭരണങ്ങളൊന്നും യൂസ് ചെയ്യാറില്ല. അതുകൊണ്ട് അതിൽ അത്ര പ്രശ്നം ഉണ്ടാക്കാനൊന്നും ഇല്ല. ഇനി താലികെട്ടൽ ചടങ്ങിനെങ്കിലും പറഞ്ഞ വാക്ക് പാലിച്ചാ മതിയായിരുന്നു. ആ, നിങ്ങളെന്നാ സംസാരിച്ചിരിക്കെ, ഞാൻ കടയിലോട്ടൊന്നും ചെല്ലട്ടെ. അമ്മേ, ദേവിക്ക് സമർപ്പിക്കാൻ ആരോ എന്തെങ്കിലും വാങ്ങണ്ടേ? പോകുന്ന വഴി അമ്പലത്തിനടുത്ത് കടയുണ്ടല്ലോ, നമുക്ക് അവിടുന്ന് വാങ്ങാം. എന്താ മോനെ? അമ്മേ, ഒരു മിനിറ്റ്. സന്ദീപേട്ട, കിഷൻ, സോറി. നീ വിളിച്ചു കയറി ഞാനങ്ങ് മറന്നുപോയി. ഞാൻ സന്ദീപേട്ടനെ കാണാൻ വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യുമായിരുന്നു. അമ്മേ, കിഷനെ ഓർമ്മയില്ലേ?